നമസ്കാരം. 10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ആക്ടിവിറ്റീസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ആക്ടിവിറ്റീസിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ചാനലിലൊന്ന് കയറി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ പാർട്ട് 2 വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നോക്കൂ, എക്സാമിൻ ദ പിക്ചർ കെയർഫുള്ളി. ഇതാ നോക്കൂ, ഒരു പിക്ചർ, 2 കൈകൾ. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സഹായഹസ്തമായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് ഷേക്കാൻഡായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. കാരണമുണ്ട്. വാട്ട് ഡസ് ദ പിക്ചർ ടെൽ യു? നിങ്ങൾക്ക് ആ പിക്ചർ എന്ത് പറയുന്നു? റൈറ്റ് എ ഫ്രേസ് ഓർ സെൻറ്റൻസ് അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ നിങ്ങൾക്ക് എഴുതാം. എനിക്ക് തോന്നുന്നത് എന്താണ്? someone holds another one's hand എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. He may supports the other one in his എന്താണ് വീക്ക്നെസ്. ഒരു വീക്ക്നെസ്സിൽ മറ്റേ ആളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മേ ബി എ ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കാം. ഇനി അതിന് നിങ്ങൾക്ക് ഫ്രേസ് ആണ് വേണ്ടതെങ്കിൽ എങ്ങനെ എഴുതുക? എ ഹെൽപ്പിംഗ് ഹാൻഡ് ബ്രിങ്സ് ഹോപ്പ്, കംഫർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദോസ് ഇൻ നീഡ്. ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ് ഒരാൾക്ക് ആവശ്യമുള്ളപ്പോൾ അയാളെ പ്രതീക്ഷയും കംഫർട്ടും സ്ട്രെങ്തും ഒക്കെ നൽകുന്ന ഒരു ഹാൻഡായിട്ടാണ് എനിക്കും തോന്നിയത്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. നൗ റീഡ് ദ ഫോളോയിങ് ഫ്രേസസ്. ഇനി കണ്ടോ, ഇനി അത് ആ ഒരു ഇത് മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിത് ഇത് ഇത്രയും വായിക്കൂ. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ, ദ ഫ്യൂച്ചർ ഈസ് നൗ, പാസ്പോർട്ട് ടു അഡ്വഞ്ചർ, കളേഴ്സ് ഓഫ് ഇമാജിനേഷൻ, മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്, ഗുഡ് വൈബ്സ് ഓൺലി. എന്താണിത്? വെയിറ്റ്. ഡു യു ഫൈൻഡ് ദീസ് ഫ്രേസസ് ഇൻട്രസ്റ്റിംഗ്? വൈ? ഈ ഫ്രേസസ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ഈ ഫ്രേസുകളുടെയൊക്കെ ഒരർത്ഥം നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. എന്താണ്? ഇറ്റ് ഗീവ്സ് ഹോപ്പ് ആൻഡ് ടെൽസ് us ടു ഡ്രീം ബിഗ്. അപ്പം നടക്കില്ല എന്ന് പറയുന്നത് അത് നിങ്ങൾ വിശ്വസിക്കൂ, നടക്കും അല്ലേ? ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒന്നുമില്ല ശരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് എന്ത് പറ്റും? നമുക്കതൊരു പ്രതീക്ഷ നൽകും. എന്താണ്? ബിഗ്ഗായിട്ട് ഡ്രീം ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി ദ ഫ്യൂച്ചർ ഈസ് നൗ എന്ന് പറയുന്നു. എന്താണ്? ഇറ്റ് മീൻസ് വി ഷുഡ് ആക്ട് ടുഡേ. ഭാവി, ഇന്ന് പ്രവർത്തിക്കുന്നത്, ഇന്നത്തെ നമ്മുടെ പ്രവൃത്തിയാണ് നാളെ ഭാവി, നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഭാവി എന്താണെന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ ആക്ഷൻസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. കളേഴ്സ് ഓഫ് ഇമാജിനേഷൻ എന്താണ്? ഇറ്റ് ഷോസ് ഹൗ ബ്രൈറ്റ് ആൻഡ് ക്രിയേറ്റീവ് അവർ തോട്ട്സ് ക്യാൻ ബി. ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് കളേഴ്സ് ഓഫ് ആക്ഷൻ എന്നിവിടെ പറയുന്നത്. പാസ്പോർട്ട് ടു അഡ്വഞ്ചർ, അഡ്വഞ്ചറിലേക്കുള്ള പാസ്പോർട്ട് എന്താണ്? ഇറ്റ് മേക്സ് us തിങ്ക് ഓഫ് അഡ്വഞ്ചർ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. അഡ്വഞ്ചറും എക്സൈറ്റ്മെൻറ്റും ഇതിനെയൊക്കെ പറ്റി ചിന്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അഡ്വഞ്ചറിലേക്ക് നമ്മൾ പോകുന്നു അല്ലേ? അവിടെ നമ്മൾ പോയാൽ മാത്രമല്ലേ അതിൻ്റെ ഒരു ഫണ്ടും എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാടാന്ന് പറഞ്ഞ് കളഞ്ഞാൽ നമുക്കതറിയാൻ ഒക്കുമോ? ഇല്ല. ഗുഡ് വൈബ്സ് ഉണ്ട്, എപ്പോഴും നല്ല വൈബ്സിലിരിക്കൂ. എന്താണ്? ഇറ്റ് റിമൈൻഡ്സ് us ടു സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ്. മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ് എന്താണ്? ഇറ്റ് ടെൽസ് us ടു എൻജോയ് ദ പ്രസൻറ്റ് ആൻഡ് സ്റ്റേ കാം. മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെപ്പോഴും പ്രസൻറ്റിനെ എൻജോയ് ചെയ്യുക, വളരെ കാമായിട്ട് ഇരിക്കുക. ചുമ്മാ ബഹളവും വെച്ച് നെഗറ്റീവ് ചിന്തകളുമായിട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവായിരിക്കും. ഇനി നോക്കൂ താഴെ. എ ക്യാപ്ഷൻ ഇസ് എ ടൈറ്റിൽ ഓർ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എ പിക്ചർ, ആൻ ഇല്ലസ്ട്രേഷൻ, ആ കാർട്ടൂൺ ഓർ എ പോസ്റ്റർ. ഒരു ക്യാപ്ഷൻ നമ്മൾ പറയത്തില്ലേ, ഇതിനൊരു നല്ലൊരു ക്യാപ്ഷൻ, ഒരു ഹെഡിങ് ഇടുക. എന്താണ് ക്യാപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ താഴെ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ സാരാംശം, അതിൻ്റെ എല്ലാ സത്തയും ഉൾക്കൊള്ളുന്ന ഒരു ഹെഡ്ലൈനാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. എന്തിൻ്റെയൊക്കെ ആകാം അത്? ഒരു പിക്ചറിൻ്റെ ആകാം, ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു വിവരണത്തിൻ്റെ ആകാം, ഒരു കാർട്ടൂണിൻ്റെ ആകാം, ഒരു പോസ്റ്ററിൻ്റെ ആകാം അല്ലേ? ഇനി നൗ റൈറ്റ് സ്യൂട്ടബിൾ ക്യാപ്ഷൻസ് ഫോർ ദി ഫോളോയിങ്. താഴെ 3 പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് അനുയോജ്യം എന്ന് തോന്നുന്ന എന്ത് കൊടുക്കുക? ക്യാപ്ഷൻ കൊടുക്കുക. അതാ നോക്കൂ, ഭക്ഷണം വീതിച്ചെടുക്കുന്നു കണ്ടോ. ഇനി നോക്കൂ, 2 കുട്ടികൾ പരസ്പരം ചേർന്ന് വളരെ കാമായിട്ടിരുന്ന് റെസ്റ്റ് ചെയ്യുന്നു. ഇനി പേപ്പർ ബോട്ട്സ്, ഒരു കുട്ടി ഫ്ലോട്ട് ചെയ്യുന്നു. നോക്കൂ, നമുക്ക് നല്ല ക്യാപ്ഷൻസ് എഴുതാം. ഒരെണ്ണം ഞാൻ പറയാം. കൈൻഡ്നെസ് ഓൺ ദ സ്ട്രീറ്റ്, ഷെയറിങ് ഈസ് കെയറിങ്. അടുത്തത് റെസ്റ്റിംഗ് ഹാർട്ട്സ്, അൺബ്രേക്കബിൾ ലവ്. അടുത്തത് ഇമാജിനേഷൻ ഫ്ലോട്ട്സ് ഫ്രീലി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻ നിങ്ങൾക്ക് എഴുതാം. ഈ സംഭവമൊക്കെ ആയിട്ട് ബന്ധമുണ്ടാകണം എന്നേ ഉള്ളൂ. ഇല്ല, നമ്മളെല്ലാം പറയുന്ന നമുക്ക് ഐ ലവ് ഗാദാജം. എന്താണ്? നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഈ ക്യാപ്ഷൻ പറ്റില്ല. എന്താണ്? വേറെവർ യു ഗോ ഐ വിൽ ബി ദെയർ ഗാദാജം. കേട്ടിട്ടില്ലേ? അതുപോലെ പരസ്പര ബന്ധമില്ലാതെ എഴുതരുത്, നല്ല ബന്ധമുള്ള ക്യാപ്ഷൻ എഴുതുക. കണ്ടക്ട് എ ക്യാപ്ഷൻ റൈറ്റിംഗ് Conduct a caption writing contest in your class. അതൊക്കെ ക്ലാസ്സിൽ ചെയ്യണം.
You may create a video montage of the picture and their captions to be displayed in your school. ക്ലാസ് ടീച്ചർ പറയും കേട്ടോ. ഇനി ദ ഓൾഡ് മാൻ ഇസ് ട്രീറ്റഡ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഓൾഡ് മാൻ ഇസ് ട്രീറ്റഡ് ഡിഫറൻ്റ്ലി ബൈ വേരിയസ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ദിസ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. ഓൾഡ് മാനെ വേരിയസ് ആയിട്ടുള്ള ഓൾഡ് മാൻ ഈസ് ട്രീറ്റഡ് ഡിഫറൻ്റ്ലി ബൈ വേരിയസ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഇതിനകത്ത് ഒത്തിരി ക്യാരക്ടേഴ്സിനെ പറയുന്നുണ്ട് അല്ലേ ഈ സ്റ്റോറിയിൽ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്. അതെന്താണ്? ദിസ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ. എല്ലാ മനുഷ്യനും ഒരേ സ്വഭാവമാണോ? അല്ല. അപ്പം നമ്മുടെ ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. കണ്ടോ, ഇവിടെ കണ്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളത്. ഏതൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്? പെലയോ, എലിസണ്ട, നൈബർ വുമൺ, ക്രൗഡ്, ഡോക്ടർ, ചൈൽഡ്. ഇത്രയും പേരും ഈ ഓൾഡ് മാനെ എങ്ങനെ ട്രീറ്റ് ചെയ്തു അത് നമ്മൾ ചുമ്മാതെ പറഞ്ഞാൽ പോരാ. എന്ത് വേണം? ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്റ്റോറി ഓൺ ഹൗ ദേ ട്രീറ്റ് ദ ഓൾഡ് മാൻ. ഓൾഡ് മാനെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്തു എന്ന് ടെക്സ്റ്റിൽ സാഹചര്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തെഴുതണം. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ഓൾഡ് മാനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ചിന്താഗതി എങ്ങനെയാണ് എന്നുള്ളതും കൂടി നമ്മളെടുത്ത് എഴുതുക. എങ്ങനെയാണ്? പെലയോ എന്താ ചെയ്തത്? ഫൈൻഡ്സ് ദ ഓൾഡ് മാൻ ഇൻ ദ മഡ്, ലോക്സ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്, ലേറ്റർ യൂസസ് ഹിം ടു മേക്ക് മണി, ഗിവ്സ് ഹിം എ ബ്ലാങ്കറ്റ് വെൻ ഹീ സിക്ക്. ഇത്രയുമാണ് ഓൾഡ് മാനോടുള്ള ആരുടെ ട്രീറ്റ്. പിന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമൊക്കെ എഴുതുക, പക്ഷെ ഒരുപാട് അങ്ങ് വലുതാവും. വേണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്താണ് അദ്ദേഹത്തിൻ്റെ? അറ്റ് ഫസ്റ്റ് ഫിയർഫുൾ ആണ്ടോ, ആറ്റിറ്റ്യൂഡ് നമുക്ക് അവിടെ എഴുതാം. ലേറ്റർ ഇൻഡിഫറൻറ്റ് ആൻഡ് സെൽഫിഷ്. ഇനി എലിസൻഡ ഹെൽപ്സ് എക്സ്പ്ലോയിറ്റ് ദി ഏഞ്ചൽ ബൈ ചാർജിങ് അഡ്മിഷൻ. അദ്ദേഹത്തെ കാണാനായിട്ട് ഫീസ് ചോദിച്ചു. ബൈസ് ലക്ഷറീസ് വിത്ത് ദ മണി, ഫീൽസ് റിലീഫ് വെൻ ഹീ ലിവ്സ്. കേട്ടോ, അദ്ദേഹത്തെ മാക്സിമം ചൂഷണം ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് കിട്ടാവുന്ന പണമെല്ലാം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പോയപ്പോൾ ആശ്വാസമായി എന്ന് ചിന്തിക്കുന്ന ആളാണ് ആര്? എലിസൻഡ. അപ്പോൾ സീസ് ഹിം ആസ് എ സോഴ്സ് ഓഫ് പ്രോഫിറ്റ്, ദെൻ എ ബേർഡൻ. ആദ്യമേ ഒരു പ്രോഫിറ്റായിട്ട് അദ്ദേഹത്തെ കാണുന്നു, പിന്നെ എന്ത് കാണുന്നു? ബേർഡനായിട്ടും കാണുന്നു. ഇനി നൈബർ വുമൺ സേസ് ദ ഓൾഡ് മാൻ ഇസ് എൻ ഏഞ്ചൽ ഹു കെയിം ഫോർ ദ ചൈൽഡ്, സ്പ്രെഡ്സ് ദ ഐഡിയ ടു അതേഴ്സ്. ഒക്കുന്ന ആൾക്കാരെയൊക്കെ അറിയിച്ചു എന്താണ്? സ്വർഗത്തിൽ നിന്ന് താണ്ടി ഒരു ഏഞ്ചൽ ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ സൂപ്പർസ്റ്റീഷ്യസ് ആണ് അവർ. ആൻഡ് ക്വിക്ക് ടു ബിലീവ്, പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഒറ്റ നോട്ടം അപ്പം പറഞ്ഞു അല്ലേ. ഇനി ക്രൗഡ് എന്ന് പറഞ്ഞാൽ പല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിരുന്നു. അപ്പം നമുക്ക് ഒക്കുന്നത് ഇവിടെ എഴുതാം. ഗ്യാദേഴ്സ് ടു മോക്ക്, ഫീഡ് ആൻഡ് ഹാം ദ ഏഞ്ചൽ, അതൊരെണ്ണം. ട്രീറ്റ്സ് ഹിം ലൈക്ക് എ സൈഡ് ഷോ അട്രാക്ഷൻ. തൽക്കാലം നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. പിന്നെ സിക്കായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു, അവരുടെ കാര്യങ്ങളും കൂടെ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രൗഡ് എങ്ങനെയായിരുന്നു? ക്രൂവലായിരുന്നു, ക്യൂരിയസ് ആയിരുന്നു, ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു. ഇനി ഡോക്ടർ എങ്ങനെയായിരുന്നു? എക്സാമിൻസ് ദ ഏഞ്ചൽസ് ബോഡി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ചെക്ക് ചെയ്തത്. ഈസ് അമേസ്ഡ് അറ്റ് ദ വിങ്സ് ബട്ട് സീംസ് ദ മസ്റ്റ് നാച്ചുറലായിട്ട് തോന്നുന്ന ആ വിങ്സിനെ കണ്ട് അമേസ്ഡ് ആയിപ്പോയി. ഇനി ക്യൂരിയസ് ആൻഡ് ക്ലിനിക്കൽ. ക്യൂരിയസ് ആണ്, ക്ലിനിക്കലാണ്. പിന്നെ ചൈൽഡ് ഇനിഷ്യലി കെപ്റ്റ് അവേ, ആദ്യം കുട്ടി മാറി നിൽക്കുമല്ലേ. ലേറ്റർ പ്ലേസ് ഇൻ ദ കൂപ്പ്, അകത്ത് വന്ന് കളിക്കുന്നു. പിന്നീട് ഗ്രോസ് അപ്പ് അലോങ് സൈഡ് ദി ഏഞ്ചൽ. ഏഞ്ചലിൻ്റെ ആ വശത്തുകൂടി തന്നെ വളർന്നു വരുന്ന കുട്ടിക്ക് പല്ല് വരുന്നതും നടക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. ഇന്നസെൻ്റ് ആണ്, അക്സെപ്റ്റിംഗ് ആണ്, അതാണ് കുട്ടി. ഇനി നൗ പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ദ അബൌട്ട് ടേബിൾ അബൌട്ട് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടു ദ വീക്ക് ആൻഡ് വൾണറബിൾ ആൻഡ് ദ നീഡ് ഫോർ കമ്പാഷൻ ആൻഡ് കൈൻഡ്നസ്. ഇനി ഒരു റൈറ്റപ്പ് തയ്യാറാക്കണം. എന്താണ്? ഈ തന്നിരിക്കുന്ന ടേബിൾ വെച്ച് എന്താണ് സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്, വീക്കും വൾണറബിളുമായിട്ടുള്ളവരോട് സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അതുപോലെ നമ്മൾക്ക് എന്തും വേണം, കമ്പാഷനും കൈൻഡ്നസ്സും ഒക്കെ ആവശ്യമാണ് എന്നുള്ളതൊക്കെ വെച്ച് എന്തെഴുതുക? നിങ്ങൾ ഒരു റൈറ്റപ്പ് എഴുതുക. നോക്കൂ മക്കളെ, in a very old man with enormous wings, society's treatment of the vulnerable reflects selfishness, fear and exploitation. അപ്പോൾ സൊസൈറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? സെൽഫിഷ്നെസ് ആണ്, ഫിയർ ആണ്, എക്സ്പ്ലോയിറ്റേഷനുമാണ്, ചൂഷണവുമാണ്. പെലയോ ഇനിഷ്യലി ഫിയേഴ്സ് ദ ഓൾഡ് മാൻ ആൻഡ് ലോക്സ് ഹിം അപ്പ് അല്ലേ, ലേറ്റർ യൂസിങ് ഹിം ഫോർ മണി. എലിസൻഡ സീസ് ഹിം ആസ് എ ബേർഡൻ ആൻഡ് പ്രോഫിറ്റ്സ് ഫ്രം ഹിസ് പ്രസൻസ്, ഫീലിംഗ് റിലീഫ് വെൻ ഹി ലീവ്സ് അല്ലേ, അദ്ദേഹം പോകുമ്പോൾ ആശ്വാസമാകുന്നു. ദ നൈബർ വുമൺ ഈസ് സൂപ്പർസ്റ്റീഷ്യസ്, ടേണിംഗ് ദ ഓൾഡ് മാൻ ഇൻ ടു എ ഡിവൈൻ ഫിഗർ
എന്താണ് നൈബർ വുമൺ ഒരു സൂപ്പർസ്റ്റിഷ്യസ്, ഇച്ചിരി അന്ധവിശ്വാസമൊക്കെ ഉള്ള ആളാണ്. എന്താണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ അവരെന്താക്കി, ഒരു ഡിവൈൻ ഫിഗർ, ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ഫിഗറാക്കി മാറ്റി. ദ ക്രൗഡ് മോക്സ് ആൻഡ് ഹാംസ് ഹിം. ക്രൗഡ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, മോക്സ് ചെയ്യുന്നു, ഹാം ചെയ്യുന്നു. ട്രീറ്റിംഗ് ഹിം ആസ് എ സൈഡ് ഷോ. അദ്ദേഹത്തെ ഒരു ഷോ പോലെ കാണുന്നു. ദ ഡോക്ടർ ഈസ് ക്യൂരിയസ് ബട്ട് കോൾഡ്, വ്യൂവിങ് ദ ഓൾഡ് മാൻ ആസ് എ സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി. ഡോക്ടർ എന്താണ്, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ, സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി കൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, ട്രീറ്റ് ചെയ്തത്. ചൈൽഡ് ആണെങ്കിലോ ഈസ് ഹൗവർ ഈസ് ഇന്നസെൻറ്റ് ആൻഡ് അക്സെപ്റ്റ് ഹിം വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. ഒരു ജഡ്ജ്മെൻറ്റിനും പോകാതെ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്ത ആളാണ് കുട്ടി. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം, ദീസ് ക്യാരക്ടേഴ്സ് ഷോ ഹൗ സൊസൈറ്റി ഓഫൺ എക്സ്പ്ലോയിറ്റ്സ് ഓർ ഡിസ്മിസസ് ദ വീക്ക് ആൻഡ് വൾണറബിളും വീക്കുമായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, എങ്ങനെ അവരെ ഡിസ്മിസ് ചെയ്യുന്നു എന്നൊക്കെ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ട്രൂ കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ് ആർ നീഡഡ് ടു ട്രീറ്റ് അതേഴ്സ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ഹ്യൂമാനിറ്റി. നമ്മൾക്ക് എന്ത് വേണം, കമ്പാഷനും കൈൻഡ്നെസ്സും വേണം. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, റെസ്പെക്റ്റോടുകൂടിയും മനുഷ്യത്വത്തോടും ഹ്യൂമാനിറ്റിയോടുകൂടിയും നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. റെക്കഗ്നൈസിങ് ദെയർ വർത്ത് ബിയോണ്ട് വാട്ട് ദേ ക്യാൻ ഓഫർ. അവരെന്താണോ നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതല്ല, അതിനപ്പുറം അവർക്കൊരു വർത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഇവിടെ പ്രധാനം. ഇതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെയേ ഉള്ളൂ, സ്ക്രിപ്റ്റ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Read this conversation between an aged mother and her caregiver in an old age home. ഓൾഡ് ഏജ് ഹോമൊക്കെ ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കേട്ട് കാണും, നിങ്ങൾക്കും അറിയാം. എന്താണ്, നമ്മളെ വീട്ടുകാർ നമ്മളെ കഷ്ടപ്പെട്ടിരുന്ന് വളർത്തി വലുതാക്കി, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. നമുക്ക് പനി വരുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു, നമ്മുടെ പിറകിന് നടന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരുന്നു, വാരിത്തരുന്നു, അവരുടെ സ്വത്ത് മുഴുവൻ നമുക്ക് നൽകുന്നു. നമ്മളെ നല്ലൊരു ജീവിതത്തിൽ നയിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അച്ഛനും അമ്മയും ഒരു ബേർഡനാണ്, ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ സമ്പാദ്യത്തിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും തന്നെ അവരെ ഇറക്കി എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, ഓൾഡ് ഏജ് ഹോം എന്ന് പേരിട്ടിരിക്കുന്ന അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി അങ്ങ് ആക്കുന്നു. അവിടെ അവരെ നോക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. എല്ലാ ഓൾഡ് ഏജ് ഹോമും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും അല്ല. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ആരോരുമില്ലാതെ, എത്ര പേര് അവർക്ക് ചുറ്റുമുണ്ടായാലും ആരില്ല, അവർക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെ ഫാമിലി എന്തൊക്കെയാണോ അവർ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചത് അതൊന്നും അവർക്കില്ല. അവരെ മാത്രമാക്കിക്കൊണ്ട് കളയുന്ന, അവിടെ താമസിക്കുന്ന, അവരുടെ ഓർമ്മകൾ, ഈ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് ഓൾഡ് ഏജ് ഹോം. അവിടെ ഇവരെ നോക്കാൻ ആരുമുണ്ട്, കെയർ ടേക്കേഴ്സ് എന്ന പേരുള്ളവരുമുണ്ട്. ചിലർ ശരിക്കും കെയർ ടേക്കേഴ്സ് തന്നെ ആയിരിക്കും. അവരൊരിക്കലും എന്താണ്, എത്ര നമ്മൾ സ്നേഹിച്ചാലും നമ്മുടെ മക്കൾ എന്നുള്ള ചിന്ത, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പോലും നമ്മുടെ അച്ഛനും അമ്മയും ക്ഷമിക്കാറുണ്ടല്ലേ. ഇവിടെ കെയർ ടേക്കേഴ്സ് നൽകുന്ന സ്നേഹം വളരെ കുറച്ച് പേർക്കേ കിട്ടാറുള്ളൂ. ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളായി മാത്രം നിൽക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കെയർ ടേക്കറിൻ്റെ കാര്യം, ഒരു അമ്മയുടെ കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത് അല്ലേ. ഇവിടുത്തെ കെയർ ടേക്കർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഋതുവാണ് ഇവിടെ കെയർ ഗീവർ. ഗുഡ് മോർണിംഗ് സുധ ആൻറ്റി, ഹൗ ആർ യു ടുഡേ. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ, ആ അമ്മയുടെ പേര് സുധ എന്നാണ്. അമ്മേ ഇപ്പോൾ ഇന്ന് എങ്ങനെയുണ്ട് എന്ന്, അല്ലെങ്കിൽ സുധ ആൻറ്റി, അമ്മയെന്നല്ല ആൻറ്റി എന്നാണ് വിളിക്കുന്നത് അല്ലേ. അമ്മ എന്ന വിളി വേറെ, ആൻറ്റി എന്ന വിളി വേറെ. അപ്പോൾ ഇന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധ എന്ത് പറയുന്നു, സൈസ്, ഒരു നിശ്വാസം, എന്ത്, ഇന്നത്തെ ദിവസം അവർക്ക് കടന്നു പോവുകയല്ലേ മക്കളെ. സൈസ് എന്ത് പറയുന്നു, ജസ്റ്റ് അനദർ ഡേ ഡിയർ, അനദർ ഡേ വിത്തൗട്ട് മൈ ഫാമിലി. വീണ്ടും ഒരു ദിവസം, എനിക്ക് എൻ്റെ വീട്ടുകാരില്ലാത്ത ഒരു ദിവസം. അവർക്കതെന്ത് വ്യത്യാസം, അവർ ദിവസങ്ങൾ എണ്ണി ഇങ്ങനെ, ചിലപ്പോൾ തീയതി അറിയില്ല, അവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയൊക്കെ നമ്മൾ പൊന്നുപോലെ നോക്കുന്ന വീട്ടിലാണെങ്കിൽ അവർക്ക് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും അല്ലേ. മക്കളുടെ ബർത്ത്ഡേ, കൊച്ചുമക്കളുടെ ബർത്ത്ഡേ, അവരുടെ ബർത്ത്ഡേ, വിവാഹ വാർഷികങ്ങൾ, പിന്നെ അമ്പലത്തിലെ ഉത്സവങ്ങൾ, പള്ളിയിലാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, ഈസ്റ്റർ, അങ്ങനെ കുറേ പെരുന്നാളുകൾ, നോമ്പുകൾ, ഇതെല്ലാം അവർക്ക് പ്രത്യേകതകളാണ്. വീട്ടിലാണെങ്കിലോ, അല്ല ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലോ എല്ലാം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസം, നാളത്തെ ദിവസം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പോൾ ഋതു എന്ത് പറയുന്നു, ഐ എം സോറി ആൻറ്റി, ഐ നോ ഇറ്റ് ഈസ് ഹാർഡ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. എനിക്കറിയാം, സോറി, എനിക്കിതൊക്കെ അറിയാം. അപ്പം ഞാൻ എങ്ങനെയാണ് ഇന്നമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് വാട്ട് ഈസ് ഓൺ യുവർ മൈൻഡ്. എന്താണ് അമ്മയുടെ മനസ്സിൽ, അല്ലെങ്കിൽ ആൻറ്റിയുടെ മനസ്സിൽ, അമ്മയല്ല ആൻറ്റി എന്ന് വിളിക്കുക അല്ലേ, ആൻറ്റിയുടെ മനസ്സിൽ എന്താണ് എന്ന് ഒന്ന് പറയാമോ. അപ്പോൾ സുധ എന്ത് പറയുന്നു, യു നോ ദേ ബ്രോട്ട് മീ ഹിയർ ആൻഡ് ലെഫ്റ്റ്. നിനക്കറിയാമോ, അവരെന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി. ഇറ്റ് ഈസ് എ ലോങ് സ്റ്റോറി ഡിയർ. അതൊരു വലിയ കഥയാണ് മകളെ. മൈ ചൈൽഡ് ടോൾഡ് മീ ദാറ്റ് ദേ കുഡിൻ ടേക്ക് കെയർ ഓഫ് മീ എനിമോർ. എൻ്റെ കുഞ്ഞ് എന്താ പറഞ്ഞത്, എന്നെ ഇനി നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്.
ഋതു ആൻറ്റി, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാകുന്നുണ്ടോ ശരിക്കും ഇല്ല. നമ്മളോട് ഇപ്പം ഞാൻ എൻ്റെ വിഷമങ്ങൾ വേറൊരാളോട് പറയുമ്പോൾ അവർക്കത് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട്. ഞാനായിട്ട് ചിന്തിച്ചാൽ മാത്രമേ എൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അത് വേറൊരാൾക്ക് ഒട്ടും മനസ്സിലാവുകയുമില്ല. അല്ലെങ്കിൽ അവരും ആ സാഹചര്യം അനുഭവിച്ചവരായിരിക്കണം, അല്ലേ? അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചോദിക്കുന്നു. നോ ബഡി അണ്ടർസ്റ്റാൻഡ് മീ. ഒരാൾക്കും അണ്ടർസ്റ്റാൻഡ്സ് മീ എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഐ സാക്രിഫൈസ്ഡ് മൈ ലൈഫ് ഫോർ മൈ കിഡ്സ് ആൻഡ് ഹിയർ ഐ ആം ഓൾ അലോൺ. എന്താണ്, ഞാൻ എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഒഴിഞ്ഞത്, കഷ്ടപ്പെട്ടത് മൊത്തം മക്കൾക്ക് വേണ്ടി. ഇപ്പോൾ പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. മക്കളെ, ഇതുപോലൊരു ക്രൂരത ഒന്നുമില്ല, ഒരിക്കലും ചെയ്യരുത്. ഒരു മക്കളും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതോ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരും അത് ചെയ്യരുത്. നമ്മുടെ രക്തം തന്ന്, നമ്മുടെ മുലപ്പാൽ തന്ന് നമ്മളെ വളർത്തി വലുതാക്കി അവരുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൊണ്ടു നടന്നവരാണ് നമ്മുടെ അമ്മമാർ, നമ്മുടെ അച്ഛനൊക്കെ, അല്ലേ? അപ്പോൾ എല്ലാവരും അവരുടെ ഒരു വാർദ്ധക്യ അവസ്ഥയിൽ നമ്മളെ കുഞ്ഞുനാളിൽ അവരെങ്ങനെ നോക്കിയോ അതുപോലെ അവരെ നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ വീട്ടിൽ ഒരു മുറി അവർക്ക് വേണ്ടി തന്നെ വെക്കണം. അവരുടെ വസ്തുക്കൾ വെക്കാനായിട്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു മുറി നിങ്ങൾ ഒഴിച്ചിട്ടിരിക്കണം. എത്ര വയ്യായ്ക വന്നാലും ഒരിക്കലും അച്ഛനെയും അമ്മയും വേറെ താമസിപ്പിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ഥലമോ നിങ്ങൾ കണ്ടെത്തരുത്. നിങ്ങളുടെ കൂടെ നിർത്തുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുക, നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവരെ കൂടെ നിർത്തി നമ്മളെ കൂടെ തന്നെ, അവരെ മരണം വരെ നമ്മൾ അവരെ കൂടെ തന്നെ നിർത്തണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മക്കളെ കടമയാണത്. ഒരിക്കലും നിങ്ങളത് മറന്നു പോകരുത്. നമ്മളെ അത്ര കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയതെന്ന് എപ്പോഴും ഓർക്കണം. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലുതായിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമായിരിക്കണം. അതിനുശേഷം വേറെ എന്തും ഉണ്ടാകാവൂ, കേട്ടോ? അപ്പോൾ ഐ നോ യു ആർ സഫറിങ് ആൻറ്റി, ബട്ട് യു ആർ ലവ്ഡ് ആൻഡ് വാല്യൂഡ് ഹിയർ. കൺസിഡർ യു ആസ് യുവർ ന്യൂ ഫാമിലി. അമ്മേ, ആൻറ്റി എന്തറിയാം, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങളെ ഇവിടെ ഉള്ളവർ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർ വില തരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീടിനെ അല്ലെങ്കിൽ ഞങ്ങളെ ഒരു ഫാമിലിയായിട്ട് കാണും. ശരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്, കേട്ടോ? ഞാൻ ഒരുപാട് അടുത്ത് കണ്ടിട്ടുണ്ട്. എന്താണ്, ഈ ഉപേക്ഷിച്ച് കളഞ്ഞ കുറച്ച് അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ആ സ്ഥാപനങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു എങ്കിലും അവരുടെ വീട്ടിലെ സന്തോഷമല്ലാതെ, കേട്ടോ? വീട്ടിൽ അവരെ സന്തോഷിപ്പിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ സ്ഥാപനങ്ങളും ഉണ്ട്, അവർക്ക് ഈശ്വരാനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഡു യു റിയലി കെയർ? യു ആർ ജസ്റ്റ് ഡൂയിങ് യുവർ ജോബ്, ആറിൻ്റ് യു? ശരിക്കും മോളെ, നീ എന്നെ കെയർ ചെയ്യുകയാണോ? നീ നിൻ്റെ ജോലിയല്ലേ ചെയ്യുന്നത്, അല്ലേ? ഇവരെ നോക്കുക എന്നുള്ളത് ഇവരുടെ ജോലിയാണ്. ഇവർ ജോലി ചെയ്യുകയല്ലേ എന്ന് ചോദിക്കുന്നു. നോ ആൻറ്റി, വി ആർ ഹിയർ ടു ലവ് യു ആൻഡ് ടു ലിസൺ ടു യുവർ സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസസ്. കണ്ടോ, ഇവിടെ അങ്ങനത്തെ സ്ഥലമാണ്, കണ്ടോ? അവരെ സ്നേഹിക്കാനും അവരുടെ കഥകൾ കേൾക്കാനും അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാനും ഒക്കെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് ആ കുട്ടി പറയുന്നു. യു വിൽ നെവർ ബി അലോൺ അഗെയിൻ, നെവർ. ഇനി ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ആളുണ്ട്. അവരെ വേണ്ടാത്ത മക്കളെക്കാൾ ഒരു പക്ഷേ ഇവരായിരിക്കും സ്നേഹിക്കുക, അല്ലേ? അപ്പോൾ ദിസ് കോൺവെർസേഷൻ ഹൈലൈറ്റ്സ് ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് എൽഡർലി ഇൻഡിവിജ്വൽസ് ഹു മേ ഫീൽ ദാറ്റ് ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന എൽഡർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇറ്റ് ഓൾസോ അണ്ടർസ്കോഴ്സ് ദ റൈസിങ് നീഡ് ഫോർ എംപത്തറ്റിക് കെയർ ഗീവേഴ്സ്. വേറെയും എന്ത് പറയുന്നുണ്ട്? എംപത്തറ്റിക് ആയിട്ടുള്ള നമ്മളെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർ, അല്ലേ? കെയർ ഗീവേഴ്സ്, അവരുടെ എംപത്തറ്റിക് മനസ്സ്. സാധാരണ നമ്മളും ഒക്കെ കണ്ടിട്ടുണ്ട്, നമ്മളെ കുറച്ച് ദിവസമൊക്കെ നമുക്ക് വയ്യാതൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് നിൽക്കത്തില്ലേ? അവർ വരുന്നു, നമ്മുടെ ശരീരമൊക്കെ തുടയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് വയ്യാതെ കിടക്കുകയാണ് ആൾക്കാരെങ്കിൽ നമ്മുടെ യൂറിനും മോഷനും ഒക്കെ എടുത്ത് കളയുന്നു, നമ്മളെ നീറ്റാക്കുന്നു, മെഡിസിൻ തരുന്നു, പോകുന്നു. ഇങ്ങനെയുള്ളതേ ഉള്ളൂ. അതിന് പകരം എംപത്തറ്റിക്കായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരെയാണ് ആവശ്യം എന്നുള്ളത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി പ്രിപ്പയർ എ ഷോർട്ട് സ്ക്രിപ്റ്റ് ഫോർ എ സ്കിറ്റ് to be performed in your class based on the above conversation. ഒന്നുമില്ല, എളുപ്പമാണ്. ഈ കോൺവെർസേഷൻ അങ്ങോട്ട് നോക്കുക, ഇത് വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് എഴുതുക. സെയിം ഡയലോഗുകൾ തന്നെ മതി. സ്ക്രിപ്റ്റ് ആകുമ്പോൾ എന്തൊക്കെ വ്യത്യാസം വരും മക്കളെ? ഞാനിതിവിടെ തരാം. അപ്പോൾ അത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സ്ക്രിപ്റ്റിലാകുമ്പോൾ ആദ്യമേ സീൻ എന്താണെന്ന് പറയണം. ഇപ്പോൾ തന്നെ ഒരു റൂമാണ്, ഓൾഡ് ഏജ് ഹോമിലെ റൂമാണ്. പിന്നെ ഒരു ചെയർ അടുത്തിട്ടിട്ട് ഇന്ന ആളവിടെ ഇരിക്കുന്നു, വിൻഡോ പുറത്തോട്ടുണ്ട്, വിൻഡോയിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പോൾ അത് ഒരാൾ കയറി
വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ എഴുതണം. പിന്നെ നമ്മുടെ ഓരോ ആക്ഷൻസ് പോലും നമ്മൾ സൈസ്, അത് പിന്നെ ചിയർഫുള്ളി, ഷേക്ക് ദി ഹെഡ്, ഇങ്ങനെയൊക്കെ ഉള്ളത്, ഷേക്ക് ഹാൻഡ്, ഇങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ എന്താണ് ഇപ്പോൾ മുഖം തുടയ്ക്കുന്നു, ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രിപ്റ്റ് ആവും. അപ്പോൾ ഇതിവിടെ തന്നിട്ടുണ്ട്. ഡയലോഗ്സിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എക്സ്ട്രാ കുറച്ച് ആക്ഷൻസും കുറച്ച് സെറ്റിങ്സും ഒക്കെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഇത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയേ ഉണ്ട് തന്നെ പറയാം. ഇതോടുകൂടി നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തേർഡ് ചാപ്റ്ററും എടുക്കും. അതോടാകുമ്പോൾ ആ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതിന് ശേഷം അതിൻ്റെ എല്ലാം ആക്ടിവിറ്റീസും നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. 10ാം ക്ലാസ്സിലാണ്. ഓൾ ദ ബെസ്റ്റ്.